കഴിഞ്ഞ 2-3 ദിവസമായി വയനാട്ടിലെ പനമരങ്കാർ ഒരു കരടി ഇറങ്ങി ആകെ പെട്ട അവസ്ഥയിലായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ വനം വകുപ്പ് കാട് കയറ്റി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാത്രി 9 മണിയോടെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ ഓടിച്ചു കയറ്റിയത്. കമൽ വിവരങ്ങളുമായി ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി കമൽ ഈ കരടിക്ക് പുറകെയാണ്. വനം വകുപ്പും നാട്ടുകാരും ഒക്കെ അങ്ങനെയായിരുന്നു. ഇനിയിപ്പോ ഒരു സമാധാനം ഉണ്ടല്ലേ? കരടിയെ കാട് കയറ്റി എന്ന് ഉറപ്പിച്ചോ? അഞ്ജിത, കരടിയെ കാട് കയറ്റിയെന്ന വനം വകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ പനമരത്ത് പുലർച്ചെ ഒരു 3:50 ഒരു CCTV ദൃശ്യമായിരുന്നു അവസാനമായി ലഭിച്ചത്. പിന്നീട് കരടി എങ്ങോട്ട് പോയി എന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. തെരച്ചിലൊന്നും കരടിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അപ്പോൾ തന്നെ വനംവകുപ്പ് പറയുന്നുണ്ടായിരുന്നു, പനമരത്ത് നിന്ന് പുഴയോരത്ത് കൂടി നീങ്ങിയാൽ വനത്തിന്റെ ഭാഗത്തേക്ക് എത്തും, വലിയ ദൂരമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരടി കാട് കയറി എന്നൊരു നിഗമനത്തിലേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ എല്ലാവരും എത്തിയിരുന്നു. പക്ഷേ രാത്രി ഒരു 9 മണിയോടെ ഈ നെയ്ക്കുപ്പ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്, അവിടെ കരടി ഉണ്ടെന്ന വിവരം കിട്ടുകയും വനംവകുപ്പ് തെരച്ചിൽ നടത്തുകയും ചെയ്തു. രാത്രി 9:30 കരടി ഒരു സ്വകാര്യ സ്ഥലത്ത് കണ്ടെത്തി അവിടെ നിന്ന് ഓടിച്ച ഈ നെയ്ക്കുപ്പ വനത്തിലേക്ക് കയറ്റുകയായിരുന്നു. ഏതാണ്ട് 10-70 കിലോമീറ്ററാണ് കരടി ഈ 3-4 ദിവസം കൊണ്ട് സഞ്ചരിച്ചത്. മാനന്തവാടി ഭാഗത്ത് കുറുവദ്വീപിന്റെ അടുത്ത് പയ്യമ്പള്ളിയിലായിരുന്നു ആദ്യം കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാനന്തവാടി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ കരടിയെ കണ്ടു. പിന്നീട് എടവക, വെള്ളമുണ്ട, പനമരം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിലൂടെയാണ് കരടി സഞ്ചരിച്ചത്. പലയിടത്തും പഞ്ചസാര എടുത്തുകൊണ്ടുപോയി, പള്ളിയുടെ അടുക്കള വാതിലടക്കം പൊളിച്ച് പഞ്ചസാരയും വെളിച്ചെണ്ണയും എടുത്തുകൊണ്ടുപോയ സംഭവം ഉണ്ടായി. എന്തായാലും ഒരിടത്തും മനുഷ്യന് നേരെ ഒരു അക്രമ സ്വഭാവം കരടി കാണിച്ചില്ല. മനുഷ്യ സാന്നിധ്യം ഉണ്ടായപ്പോഴൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ കരടി വനത്തിലേക്ക് തിരിച്ചു കയറി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. കരടിയെ ഓടിച്ചു കയറ്റി, നാട്ടുകാർക്ക് ആശ്വാസം, വനം വകുപ്പിനും ആശ്വാസം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പനമരം നിവാസികളൊക്കെ തന്നെ, ഈ കരടി ഇറങ്ങിയ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ.